വെൽക്കം ബാക്ക് ടു ടെക് സൊല്യൂഷൻസ്. ഐ എം സഞ്ജയ് സുബ്രഹ്മണ്യ. ടെക് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മുടെ മാത്തമെറ്റിക്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വർക്ക്ഷോപ്പ് സയൻസ് ആൻഡ് കാൽക്കുലേഷൻസ് എന്നുള്ള ആ ഒരു ടോപ്പിക്കിലെ നമ്മൾ ഫസ്റ്റ് ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിൽ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു ആ മാത്സിൽ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് വരുന്ന സിംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കായിരുന്നു നമ്മൾ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ബാക്കി ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന നമ്മുടെ സിംപ്ലിഫിക്കേഷൻ്റെ അടുത്തൊരു ഭാഗമാണ് ഓൾജിബ്രായിക് സിംപ്ലിഫിക്കേഷൻ. ഓക്കെ, പിന്നെ അവിടെ ഹെഡിങ് എഴുതാം ഓൾജിബ്രായിക് സിംപ്ലിഫിക്കേഷൻ. അപ്പോൾ നമുക്ക് ഇതിൽ ചെറിയ കുറച്ച് ഇക്വേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ചെറിയ ഇക്വേഷൻസ് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വളരെ സിമ്പിളായിട്ട് പല ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓൾജിബ്രായിക് സിംപ്ലിഫിക്കേഷൻ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ നമ്മളതിൽ ആദ്യം കുറച്ച് ഒരു 4-5 ഇക്വേഷൻസ് നമ്മൾ പറയാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഇതൊക്കെ നിങ്ങൾ പണ്ട് തൊട്ടേ നിങ്ങൾ ചെറിയ ക്ലാസ്സിലേക്ക് പഠിച്ച ടൈപ്പ് ഇക്വേഷൻസ് തന്നെയാണ്. അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും a+b ഹോൾ സ്ക്വയർ അല്ലേ? നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയായിരിക്കും a+b ഹോൾ സ്ക്വയറിൻ്റെ ഒരു. അപ്പോൾ നമുക്ക് a+b ഹോൾ സ്ക്വയർ എന്താണെന്ന് നോക്കുമ്പോൾ നമുക്കതിന് എന്ത് ചെയ്താം, നമുക്ക് a² + 2ab + b² നമുക്ക് വേണമെങ്കിൽ എഴുതാൻ പറ്റും. ഓക്കെ, നമുക്ക് a+b ഹോൾ സ്ക്വയർ എന്നുള്ള ഇതിനെ നമുക്ക് മാറ്റിയിടുകയാണെങ്കിൽ നമുക്ക് a² + 2ab + b² എന്ന് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് a+b ഹോൾ സ്ക്വയർ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, a-b ഹോൾ സ്ക്വയറും ചെയ്യാം അല്ലേ? അപ്പോൾ a-b ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് a² - 2ab + b² ആണ് a-b ഹോൾ സ്ക്വയർ. ഇനി അടുത്ത് വരുന്നൊരു ഇക്വേഷനാണ് a+b × a-b, a+b × a-b. അപ്പോൾ a+b × a-b എന്നുള്ള ഇക്വേഷൻ നമുക്ക് മാറ്റിയിട്ട് നമുക്ക് a² - b² എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ a² - b²ൻ്റെ വലിയ രൂപമാണ് a+b × a-b എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് അടുത്തൊരു ഇക്വേഷൻ നോക്കാം. നമ്മളോട് ആദ്യം a+b ഹോൾ സ്ക്വയറും അതുപോലെ തന്നെ a-b ഹോൾ സ്ക്വയറും പഠിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കാം, നമ്മളിതിനെ രണ്ടും കൂടി കമ്പൈൻ ചെയ്യാൻ പോവുകയാണ്. a+b ഹോൾ സ്ക്വയർ + a-b ഹോൾ സ്ക്വയർ. ഓക്കെ, അതായത് നമ്മൾ ആദ്യം പഠിച്ച രണ്ട് ഇക്വേഷൻ നമ്മൾ ഒരുമിച്ച് എന്ത് ചെയ്യണം, കമ്പൈൻ ചെയ്യാൻ പോവുകയാണ്. a+b ഹോൾ സ്ക്വയർ + a-b ഹോൾ സ്ക്വയർ. നമുക്കിതിനെ ചുരുക്കിയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, 2 × a² + b² എന്ന് എഴുതാം. 2 × a² + b² എന്ന് എഴുതാം. അതുപോലെ നമ്മളിപ്പോൾ a+b ഹോൾ സ്ക്വയർ പ്ലസ് ചെയ്തു, നമുക്ക് എന്തെങ്കിലും മൈനസ് ചെയ്യാം. അപ്പോൾ a+b ഹോൾ സ്ക്വയർ - a-b ഹോൾ സ്ക്വയർ ഈക്വൽ ടു നമുക്ക് 4ab നമുക്ക് ചുരുക്കി എഴുതാൻ പറ്റും. a+b ഹോൾ സ്ക്വയർ - a-b ഹോൾ സ്ക്വയർ ഈക്വൽ ടു നമുക്ക് 4ab നമുക്ക് ചുരുക്കി എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തിനാണ് നമ്മൾ ഇക്വേഷൻസ് പഠിക്കുന്നത് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല മാത്തമാറ്റിക്സിൽ വരുന്ന പല പ്രോബ്ലംസ് നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നമുക്ക് ജസ്റ്റ് 1-2 എന്ത് ചെയ്യുക സെക്കൻഡോട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയ ടൈപ്പിലേക്ക് നമുക്ക് ഈ ഇക്വേഷൻ നമ്മൾ ബൈ ഹാർട്ട് ആക്കി വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൽ വരുന്ന ടൈപ്പ് എന്ത് ചെയ്യാം, നമുക്ക് എക്സാമ്പിളായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയും ഇക്വേഷൻസ് എന്ത് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മുടെ ഓൾജിബ്രായിക് സിംപ്ലിഫിക്കേഷനിൽ പഠിച്ചു വെക്കാം. ഓക്കെ, ഞാൻ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എഴുതാൻ പോവുകയാണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1 ആക്കി എഴുതാം. 67 + 43 ഹോൾ സ്ക്വയർ + 67 - 43 ഹോൾ സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ 67 സ്ക്വയർ + 43 സ്ക്വയർ. ഇതിൻ്റെ ആൻസർ നമ്മൾ കണ്ടെത്തണം. ഇവിടെ നോക്കുക, 67 + 43 ഹോൾ സ്ക്വയർ + 67 - 43 ഹോൾ സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ 67 സ്ക്വയർ + 43 സ്ക്വയർ. നമുക്ക് ഈ പ്രോബ്ലം പലതരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഒന്നുകിൽ എന്ത് ചെയ്യാം, 67 - 43 കൂട്ടുക, എത്ര കിട്ടും, 100 - 110. 110ൻ്റെ സ്ക്വയർ കാണാം, പ്ലസ് ചെയ്യുക, 67 - 43 കുറയ്ക്കുക, എത്ര കിട്ടും, 24. 24ൻ്റെ സ്ക്വയർ ചെയ്യുക, ഇവിടെ കിട്ടിയുള്ള 110ൻ്റെ സ്ക്വയർ + 24ൻ്റെ സ്ക്വയർ ചെയ്യുക, ഹോൾ ഡിവൈഡഡ് ബൈ 110ൻ്റെ സ്ക്വയർ ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണ്, നമുക്ക് ഒരുപാട് സമയം വേസ്റ്റ് ആവും അല്ലേ?
അതല്ലെങ്കിൽ നമുക്കിതിനെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള ഫോർമാറ്റിലേക്ക് എന്ത് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് 67 പ്ലസ് 43 ഹോൾ സ്ക്വയർ നമുക്ക് എന്ത് ചെയ്യുകയാണെങ്കിൽ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇതിനെ എ മൈനസ് ബി ഹോൾ സ്ക്വയർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻസ് പഠിച്ചതിൻ്റെ ആവശ്യം നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, ഇവിടെ നോക്കാം. നമ്മളിവിടെ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ഏറ്റവും ഫാസ്റ്റായിട്ട് നമ്മൾ ചെയ്യാൻ നോക്കാം. ഇവിടെ നോക്കൂ, ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് എ ആയിട്ട് എടുക്കാം, ഇത് ബി ആയിട്ട് എടുക്കാം. ഇത് എ, ഇത് ബി, ഇത് എ, ഇത് ബി. അപ്പോൾ ഇവിടെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആയി പ്ലസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആയി. നമ്മളിവിടെ പഠിച്ച സംഭവമായി എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്കറിയാം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിന് ഈക്വലാണ്. അതായത് ഇത് പ്ലസ് ഇത് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇങ്ങനെ എഴുതാം, 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിന് ഈക്വലാണ്. അതായത് 2 ഇൻറ്റു എ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ എ 67 ആണ്, 67 സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ 43 ആണ്, 43 സ്ക്വയറിന് ഈക്വലാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിലെ മേലെ ഭാഗം നമ്മൾ എന്ത് ചെയ്തി, ഇതിനെ നമ്മൾ മാറ്റിയിട്ട് നമുക്ക് 2 ഇൻറ്റു 67 സ്ക്വയർ പ്ലസ് 43 സ്ക്വയറും ചെയ്യാൻ പറ്റും. ഇനി എന്തുണ്ട്, താഴെ ഹോൾ ഡിവൈഡഡ് ബൈ 67 സ്ക്വയർ പ്ലസ് 43 സ്ക്വയർ ഉണ്ട്. 67 സ്ക്വയർ പ്ലസ് 43 സ്ക്വയർ ഉണ്ട്. ഇനി എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നോക്കാം, മേലെയും താഴെയും സെയിം ആയിട്ട് വരുന്നു അല്ലേ. 67 സ്ക്വയർ പ്ലസ് 43 സ്ക്വയർ താഴെയുണ്ട് മേലെയുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി ആരുള്ളത്, നമ്മുടെ ആൻസർ 2 ആയിരിക്കും ആൻസർ. അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ നമ്മൾ വർക്കൗട്ട് ചെയ്യാനുള്ള മെത്തേഡ് പറയുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ എഴുതേണ്ട ആവശ്യമാണുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, ശരിക്കും എഴുതാണ്ട് ചെയ്യാൻ പറ്റും അല്ലേ. അതായത് നമുക്ക് ഇക്വേഷൻ അറിയാമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും. കാരണം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ നമുക്കറിയാം അല്ലേ. അപ്പോൾ അതായത് ഇത് 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്, താഴെ എന്തുണ്ട്, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഉണ്ട്. മേലത്തെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറും താഴത്തെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ത് ചെയ്യും, ക്യാൻസലും, ബാക്കി 2 ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു ആൾജിബ്രായിക് സിംപ്ലിഫിക്കേഷനിലെ ഇക്വേഷൻസ് പഠിക്കുന്നതിൻ്റെ ആവശ്യകത നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഓക്കെ, നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 2. ക്വസ്റ്റ്യൻ വായിക്കാം. 1.987 പ്ലസ് 1.389 ഹോൾ സ്ക്വയർ പ്ലസ് 1.987 മൈനസ് 1.389 ഹോൾ സ്ക്വയർ all divided by 2 into 1.987 whole square plus 1.389 സ്ക്വയർ. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മളിതിൻ്റെ ആൻസറാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ആൾജിബ്രായിക് സിംപ്ലിഫിക്കേഷനെ പഠിക്കാത്ത ഒരാളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഡിഫിക്കൽട്ടാണ്. എന്നാൽ വളരെ ഡിഫിക്കൽട്ടാണെന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ ഡിഫിക്കൽട്ടൊന്നല്ല, നമുക്ക് ഒരുപാട് സമയം വേസ്റ്റ് ആയി പോകും, അല്ലെങ്കിൽ ഒരുപാട് സമയം കൺസ്യൂം ചെയ്യും. അപ്പോൾ നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആകുമ്പോൾ എന്താണ്, നമ്മൾ മാക്സിമം ടൈം എന്താണ് നമ്മൾ മാക്സിമം ലാഭിക്കാൻ വേണ്ടി നോക്കണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കാം, നമ്മൾ പഠിച്ച ഏതെങ്കിലും ഇക്വേഷൻസ് ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നോക്കാം. ഓക്കെ, ഇത് അതായത് ഇവിടെ കാണാം 1.987 പ്ലസ് 1.389 ഹോൾ സ്ക്വയർ ആണ്. അതുപോലെ 1.987 മൈനസ് 1.389 ഹോൾ സ്ക്വയർ ആണ്. ഡിവൈഡ് ബൈ 2 ഇൻറ്റു 1.987 സ്ക്വയർ പ്ലസ് 1.389 സ്ക്വയർ ആണ്. നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഇതിനെ നമുക്ക് എ ആയിട്ട് എടുക്കാം, ഇത് ബി ആയിട്ട് എടുക്കാം. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ. ഡിവൈഡ് ബൈ ഇവിടെ 2 ഇൻറ്റു ആരൊക്കെ ഉണ്ട്, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഉണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ നോക്കാം, ആൻസറിലേക്ക് എത്താൻ നോക്കാം. അതായത് നമ്മൾ ഇവിടെ ഓൾറെഡി പഠിച്ചാണ്. നമുക്ക് ഈ മേലത്തെ ഭാഗം എന്ത് ചെയ്യാം, ഇതിന് നമുക്ക് മൊത്തത്തിൽ എന്ത് എഴുതാൻ പറ്റും, നമുക്ക് 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് എഴുതാം. ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഈ വാല്യൂസ് ഇവിടെ ഞാൻ കൊടുക്കുന്നില്ല. കാരണം ഇത് ഞാൻ എ ആയിട്ട് എടുത്തു, ഇത് ബി എടുത്തു, ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് എ ആണ്, ഇത് ബി ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മേലത്തെ ഭാഗം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കിട്ടും. താഴെ ആരുള്ളത്, താഴെ ഇവിടെ 2 ഉണ്ട്, ബ്രാക്കറ്റിനകത്ത് പിന്നെ വീണ്ടും എന്താ ഉള്ളത്, 1.987 ഹോൾ സ്ക്വയർ ആണ്, അതായത് എ സ്ക്വയർ ആണ്, പ്ലസ് ആരുണ്ട് 1.389 സ്ക്വയർ, അത് ബി സ്ക്വയർ ആണ്.
അപ്പോൾ നമ്മുടെ ആൻസറിലേക്ക് എത്തി. എന്ത് ചെയ്യാം, താഴെ മേലും സെയിം ആണ്, രണ്ടും ക്യാൻസൽ ചെയ്യുക. ബാക്കി ആരാണ്ടായിരിക്കുക, 1 ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇത് പഠിച്ച ആളുകൾക്ക് ഇത് സിമ്പിളായി തോന്നുള്ളൂ. അല്ലാത്ത ഈ ഒരു ടോപ്പിക് പഠിക്കാത്ത ആളുകൾക്ക് എന്തായിരിക്കും, ഇതൊരു ബുദ്ധിമുട്ട് തന്നെയായിരിക്കും നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളത്. ഓക്കെ, കാരണം ഇവിടെ ഫ്രാക്ഷൻ നമ്പറാണ് വരുന്നത് 1.98. നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ സ്ക്വയർ ചെയ്ത് നമുക്ക് ഒരുപാട് സമയം വേസ്റ്റ് ആയി പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. തേർഡ് ക്വസ്റ്റ്യൻ എഴുതാം. ക്വസ്റ്റ്യൻ നമ്പർ 3. 5 ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് 9783 പ്ലസ് 1242 ഹോൾ സ്ക്വയർ പ്ലസ് വീണ്ടും ബ്രാക്കറ്റിനകത്ത് 9783 മൈനസ് 1242 ഹോൾ സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, ഓൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 9783 സ്ക്വയർ പ്ലസ് 1242 സ്ക്വയർ. ഇതിൻ്റെ ആൻസറാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതും നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ പഠിച്ച ഈ ഓൾജിബ്രായിക് സിംപ്ലിഫിക്കേഷനിലെ ഇക്വേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇത് നോക്കുക, ഇതിന് നമ്മൾ എ ആയിട്ട് എടുക്കുക, ഇത് ബി ആയി എടുക്കുക, ഇത് എ കൊടുക്കുക, ഇത് ബി കൊടുക്കുക. a പ്ലസ് ബി ഹോൾ സ്ക്വയർ, എ മൈനസ് ബി ഹോൾ സ്ക്വയർ. ഇവിടെ 9783 എ ആണ്, ഇതും എ. അപ്പോൾ നമുക്കിത് 1242 നമ്മൾ ബി എടുത്തു, അപ്പോൾ ഇത് ബി. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. നമുക്കറിയാം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിന് ഈക്വൽ ആണ് അല്ലേ. 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിന് ഈക്വൽ ആണ്. ഞാൻ എന്ത് ചെയ്തില്ല, നമ്പേഴ്സ് കൊടുക്കുന്നില്ല. നമ്പേഴ്സ് കൊടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് എഴുതുമ്പോൾ ഒരുപാട് സമയം വേസ്റ്റ് ആവും. സോ ഞാൻ എന്ത് ചെയ്യുക, ഫാസ്റ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ ആ ലെറ്റേഴ്സ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇത്രയും വരുന്ന ഈ ഭാഗം നമുക്ക് 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയാൻ പറ്റും. ഇവിടെ ബാക്കി ആരുണ്ട്, അവിടെ 5 കൂടി ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് 5 ഇൻറ്റു ഈ ഭാഗം എന്ത് ചെയ്യുക, ഈ ഭാഗം നമുക്ക് 5 ഇൻറ്റു 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയാം. ഓൾ ഡിവൈഡ് ബൈ, ഇവിടെ നോക്കൂ, ഇതും 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് അല്ലേ. 2 ഇൻറ്റു എയുടെ സ്ക്വയർ ആണ്, എ സ്ക്വയർ ആണ്, ഇവിടെ ബിയുടെ സ്ക്വയർ ആണ്, ബി സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിട്ട് മാറും, നമുക്ക് ഇതും ക്യാൻസൽ ചെയ്യാൻ ബാക്കിയുള്ളത് 5 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ 5. അതായത് നമുക്ക് ഇത്രയും കാര്യം നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എക്സാമിൻ്റെ സമയത്ത് നമ്മൾ എഴുതി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എന്ത് മനസ്സിൽ കണ്ടാൽ മതി, ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ്, ഇത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ്. ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും, 2 ഇൻറ്റു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ, 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയിരിക്കും. താഴെ ആരുണ്ട്, 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഉണ്ട്. ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. ബാക്കി ഇവിടെ ആരുണ്ടായിരിക്കുള്ളൂ, 5 ഉണ്ടായിരിക്കുള്ളൂ. നമുക്ക് അത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അത്രയും കാര്യങ്ങൾ നമുക്ക് നമ്മുടെ മനസ്സിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ആൻസറിലേക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് എത്താൻ പറ്റും. ഓക്കെ, നമുക്കിനി 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 4. ക്വസ്റ്റ്യൻ വായിക്കാം. 98 സ്ക്വയർ പ്ലസ് 43 സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ 98 പ്ലസ് 43 ഹോൾ സ്ക്വയർ പ്ലസ് 98 മൈനസ് 43 ഹോൾ സ്ക്വയർ. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. വളരെ സിമ്പിളാണ്. നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻസിന് വേണ്ടി നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. എന്താ ചെയ്യുക, ഇവിടെ 98 വരുന്നുണ്ട്, 43 വരുന്നുണ്ട്. ഇവിടെ 98 43 98 43. അതായത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് നമുക്ക് ജസ്റ്റ് എ ആയിട്ട് കൊടുക്കാം, ഇത് ബി ആയിട്ട് കൊടുക്കാം. ഇത് എ, ഇത് ബി, ഇത് എ, ഇത് ബി. അതായത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ അല്ലേ. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ. അതായത് നമുക്കിവിടെ എന്ത് എഴുതാം, താഴെ വേണമെങ്കിൽ എഴുതാം, ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ. നമുക്ക് അതിൻ്റെ ആൻസർ എന്താണ്, അത് 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയിരിക്കും. താഴെ നമുക്ക് 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ വരും. മേലെ ആരാ ഉള്ളത്, ഇതിൽ നമുക്ക് എയുടെ സ്ക്വയർ എ സ്ക്വയർ, 43 സ്ക്വയർ ആകുമ്പോൾ ബിയുടെ സ്ക്വയർ ബി സ്ക്വയർ. എന്ത് ചെയ്യാം, ഈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ക്യാൻസൽ ചെയ്യാം, ഈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ക്യാൻസൽ ചെയ്യാം. ബാക്കി ആരുണ്ട്, താഴെ 2 മാത്രമേ ഉള്ളൂ, മേലെ 1 അല്ലേ. 1/2 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ സ്പീഡിൽ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്രധാനപ്പെട്ട ഇക്വേഷൻസ് എന്ത് ചെയ്യാം, ബൈ ഹാർട്ട് ആക്കി വെക്കുക, നമ്മുടെ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. ഓക്കെ, നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം.
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ നമുക്ക് 2 ഇക്വേഷൻസ് കൂടി പഠിക്കാനുണ്ട്. അതായത് നമ്മുടെ ഓൾജിബ്രായിക് സിംപ്ലിഫിക്കേഷനിൽ വരുന്ന അടുത്ത 2 ഇക്വേഷൻസ് ആണ്. ഞാനിവിടെ എഴുതാം. നിങ്ങൾക്ക് അറിയുന്ന ഇക്വേഷൻ തന്നെയായിരിക്കും. a ക്യൂബ് പ്ലസ് ബി ക്യൂബ്. ഓക്കെ, a ക്യൂബ് പ്ലസ് ബി ക്യൂബ്. അപ്പോൾ അതുപോലത്തെ മറ്റൊരു ഇക്വേഷനാണ് a ക്യൂബ് പ്ലസ് ബി ക്യൂബ്. അതായത് a ക്യൂബ് പ്ലസ് ബി ക്യൂബ് നമുക്ക് a പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. എ ക്യൂബ് പ്ലസ് ബി ക്യൂബിന് നമുക്ക് എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന് പറയാൻ പറ്റും. അതുപോലെ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഈക്വൽ ടു നമുക്കതിനെ എ മൈനസ് ബി ഇൻറ്റു, ചെറിയ വ്യത്യാസമുള്ള ഇവിടെ പ്ലസ് ഉള്ള മൈനസായി, എ സ്ക്വയർ, ഈ മൈനസ് ഉള്ളത് പ്ലസ് ആയി, എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ 2 ഇക്വേഷനോട് നമ്മൾ ഇനി അടുത്തായിട്ട് പഠിക്കേണ്ടതുണ്ട്. എ ക്യൂബ് പ്ലസ് ബി ക്യൂബും എ ക്യൂബ് മൈനസ് ബി ക്യൂബും. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ ടൈപ്പ് ഇക്വേഷൻസ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് നമുക്കിനി ബാക്കിയായിട്ട് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എഴുതാം, അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എഴുതാം. ക്വസ്റ്റ്യൻ നമ്പർ 5. 97 ക്യൂബ് പ്ലസ് 43 ക്യൂബ് ഓൾ ഡിവൈഡഡ് ബൈ 97 സ്ക്വയർ പ്ലസ് 43 സ്ക്വയർ മൈനസ് 97 ഇൻറ്റു 43. ഇതിൻ്റെ ആൻസർ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. ഇപ്പോൾ നമുക്ക് ഇതൊക്കെ അറിയാത്തൊരു ഇതൊക്കെ നമ്മൾ ശരിക്കും കറക്റ്റായിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യാണ്ട്, അല്ലെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് പഠിക്കാണ്ട് പോകുന്ന ഒരാൾക്ക് നമ്മുടെ എക്സാമിന് എഴുതുമ്പോൾ എന്തായിരിക്കും ഈ ക്വസ്റ്റൻസ് വളരെ ഡിഫിക്കൽട്ടായിട്ട് തോന്നും അല്ലേ. ഒരുപക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിലും എന്ത് ചെയ്യും, ഒരുപാട് ടൈം കൺസ്യൂം ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ നോക്കാം. നമ്മൾ നേരത്തെ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു എ ക്യൂ പ്ലസ് പി ക്യൂ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിലെ ആ ഒരു നൊട്ടേഷൻ നമുക്ക് ഇവിടെ കൊടുക്കാം. അതായത് ഇവിടെ 97 43 97 വരുന്നുണ്ട്, 43 ഉണ്ട്, 97 43. അതായത് നമുക്ക് 97 നമുക്ക് എ ആയിട്ട് കൊടുക്കാം, 93 നമുക്ക് ബി ആയിട്ട് കൊടുക്കാം. അതായത് എ ക്യൂബ് ഇത് ബി ക്യൂബ്, അതായത് എ ക്യൂബ് പ്ലസ് ബി ക്യൂബാണ് ആ ഒരു ഫോർമാറ്റിൽ ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഡിവൈഡ് ബൈ എന്ത് ചെയ്യാം, ഇത് എ ആണ്, അപ്പോൾ ഇതിന് എ സ്ക്വയർ പ്ലസ് ഇത് ബി ആണ്, ഇത് ബി സ്ക്വയർ മൈനസ് എയും ബിയും മൈനസ് എ ബി. ഇങ്ങനെ എഴുതാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ ഒരു ഐഡിയ മനസ്സിലായിട്ടുണ്ടായിരിക്കും. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഇവിടെ വന്നു, താഴെ ആര് വന്നു, ഈ കാണുന്ന എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ വന്നു. ഈ ഭാഗം എന്ത് ചെയ്തു, ഇപ്പുറത്തേക്ക് ഈക്വലിന് ഇപ്പുറത്തേക്ക് വരുമ്പം ഡിവൈഡഡ് ബൈ ആയി. ബാക്കി ആരായിരിക്കും ഇപ്പുറത്തുണ്ടായിരിക്കുക അല്ലേ, എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഇവിടെ ഉണ്ട്, ഡിവൈഡ് ബൈ ഇത്രയും ഭാഗം ഇങ്ങോട്ട് വന്ന ബാക്കി ആരുള്ളത്, ഈ എ പ്ലസ് ബി മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അതായത് നമുക്ക് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് എഴുതാൻ പറ്റും അല്ലേ. നമുക്കിവിടെ ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് എഴുതാൻ പറ്റും. അതായത് ഇതിന് ആൻസർ എന്തായിരിക്കും, എയും ബിയും കൂട്ടിയാൽ മതി, 97 43 കൂട്ടിയാൽ മതി. എത്ര കിട്ടും, 43 7 50 50 90 140. നമ്മുടെ ആൻസർ എന്തായിരിക്കും 140 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത്രയും സ്റ്റെപ്പൊന്നും നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഇത് എ ക്യൂബ് പ്ലസ് ബി ക്യൂബാണ്, താഴെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ ബി ആണ്, ബാക്കി ആ രണ്ടായിരിക്കാം എ പ്ലസ് ബി ഉണ്ടായിരിക്കാം. എ പ്ലസ് ബി ആണെങ്കിൽ ഇത് രണ്ടും കൂട്ടിയാൽ മതി. നമുക്ക് എന്ത് ചെയ്യാം, ഒറ്റയടിക്കാൻ നമുക്ക് മനസ്സിൽ ചെയ്യാം. 97 43 കൂട്ടുക, ആൻസർ 140 ആയി. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെയാണ് ഈ ടൈപ്പ് ക്വസ്റ്റൻസ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. അതുപോലെ ഈ ടൈപ്പ് ക്വസ്റ്റൻസ് ഇനിയിപ്പോൾ വീണ്ടും ഇതുപോലത്തെ ക്വസ്റ്റൻ റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നില്ല, നിങ്ങൾ കുറച്ച് ഞാൻ ഹോംവർക്ക് എടുത്തുതരാം. അതിൽ കുറച്ച് വെറൈറ്റി ക്വസ്റ്റൻസ് ഞാൻ നമുക്ക് ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, നമുക്കിനി അടുത്തൊരു 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 6. 37 ക്യൂബ് ഇത് കുറച്ചൊരു വെറൈറ്റി ഉണ്ട് ഈ ടൈപ്പ് ക്വസ്റ്റ്യനിൽ. 37 ക്യൂബ് മൈനസ് 33 ക്യൂബ് ഡിവൈഡഡ് ബൈ 37 മൈനസ് 33 പ്ലസ് 37 ഇൻറ്റു 33. ഇതിൻ്റെ ആൻസർ നമ്മൾ കണ്ടെത്തണം. ഓക്കെ, സിമ്പിളാണ്, ശ്രദ്ധിക്കാം. ഓക്കെ, ഇവിടെ നോക്കാം. 37 33 37 33 37 33. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇതിൽ ജസ്റ്റ് എയും ബിയും കൊടുക്കുക. ഇത് എ ക്യൂബ്, ഇത് ബി ക്യൂബ്, ഇത് എ, ഇത് ബി. അതായത് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഡിവൈഡഡ് ബൈ എ മൈനസ് ബി പ്ലസ് ആരാണ് എ ഇൻറ്റു ബി, എ ബി. ഇനി നമ്മുടെ ഇക്വേഷനിലേക്ക് നോക്കുക. നമുക്ക് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് അറിയാം അല്ലേ, എ ക്യൂബ് മൈനസ് ബി ക്യൂബ് അറിയാം.
ഈ എ മൈനസ് ബി ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ എന്തായിരിക്കും എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഡിവൈഡ് ബൈ എ മൈനസ് ബി ആയിട്ട് മാറും. അല്ല, അതായത് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഡിവൈഡ് ബൈ എ മൈനസ് ബി വന്ന ബാക്കി ആരും അപ്പുറത്തുണ്ടായിരിക്കുക, ഈ കാണുന്ന ഈ ഭാഗം മാത്രമേ എന്തുണ്ടായിരിക്കുള്ളൂ, അപ്പുറത്തുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഇവിടെ ഈക്വൽ ടു ആരാ ബാക്കിയുള്ളത് അപ്പുറത്ത്, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ ബി ആണ് അപ്പുറത്ത് ബാക്കി ഉണ്ടായിരിക്കുക. പിന്നെ ഇവിടെ എക്സ്ട്രാ ആരും കൂടി ഉണ്ട്, ഇവിടെ പ്ലസ് എ ബിയും കൂടി ഉണ്ട് അല്ലേ. അതായത് ഇവരെ ഇത്രയും ഭാഗം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ, അതായത് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഈ എ മൈനസ് ബി ഇപ്പുറത്തേക്ക് വന്നാൽ ഡിവൈഡ് ബൈ എ മൈനസ് ബി ആയിട്ട് മാറി. ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന് എഴുതാം. പക്ഷേ ഇവിടെ എന്തുണ്ട്, ഇവിടെ പ്ലസ് ഒരു എ ബിയും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഭാഗത്തിന് ഇതിന് ഈക്വലായി നമുക്ക് എന്ത് എഴുതാം, നമ്മൾ ഇത്രയും എഴുതി. ഓക്കെ, ഇനി പ്ലസ് എന്ത് ചെയ്യുക, ഇവിടെ പ്ലസ് ഈ എ ബിയും കൂടി എഴുതുക. ഇനി ശ്രദ്ധിക്കുക, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എ ബി പ്ലസ് എ ബി എന്താണ്, എ ബി പ്ലസ് എ ബി എന്ന് പറഞ്ഞാൽ 2ab ആണ്. ഇനി ഇക്വേഷൻ നോക്കൂ, നിങ്ങൾക്ക് എന്ത് മനസ്സിലാകുന്നു, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab നമ്മൾ പഠിച്ചിട്ടുണ്ട്. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab അല്ലെങ്കിൽ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ ഇത് എന്തിന് ഈക്വലാണ്, എന്തിന് ഈക്വലാണ് നമുക്ക് പറയാം, ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയറിന് ഈക്വലാണെന്ന് പറയാം. അതായത് ഇത് മൊത്തം എന്തിന് ഈക്വലാണ്, എ പ്ലസ് ബി ഹോൾ സ്ക്വയറിന് ഈക്വലാണ്. എയും ബിയും നമുക്കറിയാം. അപ്പോൾ എയും ബിയും നമുക്കറിയാം, നമുക്ക് എന്ത് ചെയ്യാം, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ തന്നെ ചെയ്യാം. എ 37 ആണ്, ബി 33 ആണ്, ഹോൾ സ്ക്വയർ ചെയ്യാം. അതായത് 37 33 കൂട്ടിയാൽ 70 കിട്ടും. 70 സ്ക്വയർ എത്ര കിട്ടും, 4900. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും ഇതിങ്ങനെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്താണ്, നമ്മളിങ്ങനെ എഴുതി ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ഇത്രയും കാര്യം നമുക്ക് ബൈ ഹാർട്ടായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് മനസ്സിൽ തന്നെ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഇതിൽ അത്യാവശ്യം ഈ കേസ് എടുത്താൽ നമുക്ക് അത്യാവശ്യം നമ്മൾ ബൈ ഹാർട്ടാക്കി വെച്ചാൽ നമ്മൾ അത്യാവശ്യം നമ്മൾ എന്ത് ചെയ്യുക, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ മാക്സിമം വർക്കൗട്ട് ചെയ്ത് തന്നെ പറ്റും. എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യനിൽ നോക്കി തന്നെ എന്ത് ചെയ്യാൻ പറ്റും, പേനയോ പേപ്പറോ നമുക്ക് ഉപയോഗിക്കാതെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, വളരെ സിമ്പിളാണ്, കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഞാൻ അവിടെ ക്വസ്റ്റ്യൻ എഴുതാം. ക്വസ്റ്റ്യൻ നമ്പർ 7. ഇത് സിമ്പിളാണ്. 108 ഇൻറ്റു 108 108 ഇൻറ്റു 108 മൈനസ് 92 ഇൻറ്റു 92. 108 ഇൻറ്റു 108 മൈനസ് 92 ഇൻറ്റു 92. ഇതിൻ്റെ ആൻസർ നമ്മൾ ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് ഇതിപ്പോൾ ഒരു പ്രത്യേകിച്ച് നമുക്ക് ഒരു ഇക്വേഷൻ ഒന്നൊക്കെ അറിയാത്ത ഒരാൾക്ക് എങ്ങനെ ചെയ്യാം, 108 ഗുണിക്കും, എന്ത് ചെയ്യും, മൈനസ് 92 ഗുണിക്കും അല്ലേ, അല്ലെങ്കിൽ 108 സ്ക്വയർ കാണാം, മൈനസ് 92 സ്ക്വയർ കാണാം. അപ്പോൾ അതെന്താണ്, ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയിരിക്കും. നമ്മൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇത് നമുക്ക് എ കൊടുക്കാം, ഇത് എ ആണെങ്കിൽ ഇതും എ അല്ലേ, രണ്ടും 108 രണ്ടും എ കൊടുക്കാം. ഇത് നമുക്ക് ബി കൊടുക്കാം, 92b ആണെങ്കിൽ ഈ 92b. അതായത് എ ഇൻറ്റു എ സ്ക്വയർ ആണ്, മൈനസ് ബി ഇൻറ്റു ബി സ്ക്വയർ ആണ്. നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിന് ഈക്വലാണ്. അതായത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. ഇവിടെ എ എന്താണ്, 108 ആണ്, ബി 92 ആണ്. അപ്പോൾ എ പ്ലസ് ബി എന്ന് പറയുമ്പം 108ഉം 92ഉം കൂട്ടുക എത്ര കിട്ടും, 200 കിട്ടും. എ പ്ലസ് ബി ആയി, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എ മൈനസ് ബി എന്ത് കിട്ടും, 108 മൈനസ് 92, 8 8 16, അപ്പം മൈനസ് ചെയ്ത് നമുക്ക് 16 കിട്ടും. എന്ത് ചെയ്യുക, 200 16 ഗുണിക്കുക വളരെ സിമ്പിളാണ്. 16 ഇൻറ്റു 2 32, 2 0 ഇട്ടാൽ 3200. നമ്മുടെ ആൻസർ 3200 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓൾജിബ്രായിക് സിംപ്ലിഫിക്കേഷൻ വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ കാണുന്ന 6 ഇക്വേഷൻസും പ്ലസ് ഈ 2 ഇക്വേഷൻ എന്ത് ചെയ്യുക, നിങ്ങൾ ഇപ്പോൾ തന്നെ ബൈ ഹാർട്ടായിട്ട് പഠിച്ചു വെക്കുക. അത്രയും ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് എന്ത് പറ്റും, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാം ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് പറ്റും, ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ആൻസറിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് എത്താൻ പറ്റും. ഓക്കെ, അതുപോലെ ഞാൻ എന്ത് ചെയ്യാം, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കുറച്ച് ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരാം. നിങ്ങൾ എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് ആ ഹോംവർക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ബുക്കിലേക്ക് എഴുതി വെക്കുക. അതുപോലെ എന്ത് ചെയ്യുക, കറക്റ്റ് അതിൻ്റെ ആൻസർ കിട്ടുമെന്ന് നോക്കുക. ഞാൻ അതിൻ്റെ കറക്റ്റ് ആൻസർ ഞാൻ ഓരോ ക്വസ്റ്റ്യനും ഞാൻ അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ 2 ക്ലാസ് നമ്മുടെ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ നമ്മുടെ കാൽക്കുലേഷൻ്റെ 2ാമത്തെ ക്ലാസ് ആയിരുന്നത്. ഫസ്റ്റ് നമ്മൾ സിംപ്ലിഫിക്കേഷൻ പഠിച്ചു, 2ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഓൾജിബ്രായിക് സിംപ്ലിഫിക്കേഷൻ പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് സ്ക്വയർ റൂട്ട് ആൻഡ് ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, പിന്നെ നമ്പർ സിസ്റ്റം പഠിക്കും, പിന്നെ നമ്മൾ ഓവറേജ് എന്നുള്ള ടോപ്പിക് പഠിക്കും. പിന്നെ നമ്മൾ ഓരോ ഘട്ടമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ആ മാത്തമാറ്റിക്സിൻ്റെ ഓരോ ഹൈ ലെവലിലേക്ക് നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ,
അപ്പോൾ പറയുന്ന ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യുക കറക്റ്റായിട്ട് മനസ്സിലാക്കി ഞാൻ പറയുന്ന ഓരോ പോയിൻറ്റ്സ് നിങ്ങളുടെ നോട്ട്ബുക്കിൽ കറക്റ്റ് സൈഡിൽ എന്ത് ജസ്റ്റ് ഒരു ബോക്സ് ഒക്കെ ഉണ്ടാക്കി നോട്ട് ചെയ്ത് വെക്കുക. കാരണം പിന്നീട് നിങ്ങൾ റെഫറൻസ് ആയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾക്ക് ഡൗട്ട്സ് വരാൻ പാടില്ല. ഓക്കെ, അപ്പോൾ തൽക്കാലം നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. ഞാനിവിടെ കുറച്ച് ഹോംവർക്ക് തരുന്ന നിങ്ങൾ ഹോംവർക്ക് സ്വന്തമായിട്ട് ചെയ്യാം. എന്ത് ചെയ്യുക കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.